നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമകൾ എടുത്ത ഡയറക്ടേഴ്സിന്റെ അവരുടെ പാസ്റ്റിലെ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളാണ്. നമുക്കെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് പ്രഭാസ് ആദിപുരുഷ് പോലത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചതെന്ന്. പാൻ ഇന്ത്യൻ സ്റ്റാർസിനെ പിടിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് വേണം, വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ഇത്തരം ഡയറക്ടേഴ്സ് ഇതിനു മുമ്പ് മികച്ചൊരു സിനിമ എടുത്തിരിക്കണം. നമുക്കാദ്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബോംബ് സിനിമകൾ നോക്കാം. ഇതിന്റെ ഡയറക്ടേഴ്സിനെല്ലാം പാസ്റ്റ് ലൈഫ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലിസ്റ്റിലായ സിനിമയാണ് കബ്സ. കിച്ച, സുദീപ്, ഉപേന്ദ്ര തുടങ്ങിയവരെല്ലാം മെയിൻ റോളിൽ വരുന്ന KGF പോലെ എടുക്കാൻ നോക്കിയ ഒരു സിനിമയാണ് കബ്സ. KGF 2ന്റെ ബഡ്ജറ്റ് 100 കോടിയാണ്. KGF 1ന്റെ ബഡ്ജറ്റ് ആണെങ്കിൽ 80 കോടി രൂപ. എന്നാൽ കബ്സ സിനിമയ്ക്ക് ഈ രണ്ട് സിനിമയേക്കാൾ ബഡ്ജറ്റ് ഉണ്ട്, ഏകദേശം 120 കോടി. ഹിന്ദി, മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ് അങ്ങനെ മൊത്തത്തിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് ഇതൊരു പാൻ ഇന്ത്യൻ ആയിരുന്നുവെന്ന്. 120 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 30 കോടിയാണ് തിരിച്ചു പിടിച്ചത്. പോരാത്തതിന് ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് കൂടി അനൗൺസ് ചെയ്തിരുന്നു. എന്താണെന്നറിയില്ല, ഇപ്പോഴിറങ്ങുന്ന ഒട്ടുമിക്ക ബിഗ് ബഡ്ജറ്റ് സിനിമകളും സെക്കൻഡ് പാർട്ട് കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സിനിമ 30 കോടി തിരിച്ചു പിടിച്ച് 90 കോടി നഷ്ടം വരുത്തി. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ പേര് കേട്ട ഒരു ബോംബ് സിനിമയാണിത്. നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഈ സിനിമയുടെ ഡയറക്ടറാണ്. ടോട്ടൽ ഇദ്ദേഹം 11 സിനിമ ചെയ്തു. ഇദ്ദേഹത്തിന് ഒരു മാസ് പാസ്റ്റ് ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. 11 സിനിമകളിൽ പകുതി സിനിമയും ബാക്കിയുള്ള സിനിമകൾ ആവറേജ് ഹിറ്റായി. ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ് 2019 പുറത്തിറങ്ങിയ ഐ ലവ് യു എന്ന സിനിമ. 10 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 21 കോടി കളക്ഷൻ നേടി. ഒരുപക്ഷെ കബ്സ സിനിമയുടെ പ്രൊഡ്യൂസർ സിനിമയുടെ സ്ക്രിപ്റ്റ് കണ്ട് ഇഷ്ടമായിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും 80 കോടി പോയി. അടുത്ത പേര് കേട്ട ബോംബാണ് അക്ഷയ് കുമാറിന്റെ സെൽഫി എന്ന സിനിമ. ഇതൊരു ആക്ഷൻ കോമഡി സിനിമയായിരുന്നു. മലയാളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയുടെ ഹിന്ദി റീമേക്കാണ് സിനിമ. 100 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 23 കോടിയാണ് തിരിച്ചു പിടിച്ചത്. ഈ സിനിമയുടെ ഡയറക്ടറാണ് രാജ് മേത്ത. ഇദ്ദേഹം ടോട്ടൽ 4 സിനിമകൾ ചെയ്തു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് ഗുഡ് ന്യൂസ്. 2019 പുറത്തിറങ്ങിയത്. അക്ഷയ് കുമാർ ആയിരുന്നു നായകൻ. സിനിമയുടെ ബഡ്ജറ്റ് 100 കോടിയും കളക്ഷൻ 318 കോടിയുമാണ്. അങ്ങനെ നോക്കിയാൽ ഇദ്ദേഹത്തിന് ചെറിയൊരു പാസ്റ്റ് ലൈഫ് ഉണ്ട്. രണ്ടാമത്തേത് അജീബ് ദാസാൻ. ഇത് നെറ്റ്ഫ്ലിക്സിലായിരുന്നു. അടുത്ത സിനിമയായിരുന്നു ജുഗ് ജുഗ് ജിയോ. വരുൺ ധവാനായിരുന്നു നായകൻ. ഇതിന്റെ ബഡ്ജറ്റ് 85 കോടിയും കളക്ഷൻ 120 കോടിയുമാണ്. സിനിമ ചെറിയൊരു ഫ്ലോപ്പായിരുന്നു. പിന്നീട് എടുത്ത സിനിമയാണ് സെൽഫി. പിന്നീട് ഇദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അടുത്ത പേര് കേട്ട ബോംബാണ് ടൈഗർ ഷെറൂഫിന്റെ ഗൺപത്ത് എന്ന സിനിമ. സിനിമയുടെ ബഡ്ജറ്റ് 200 കോടിയായിരുന്നു. സിനിമ തിരിച്ചു പിടിച്ചത് 10 കോടി രൂപ. അങ്ങനെ നോക്കിയാൽ ഇതൊരു 1.5 ബോംബ് തന്നെയാണ്. 190 കോടി നഷ്ടം വരുത്തി. ഇതിന്റെ പ്രൊഡ്യൂസർ ഇപ്പോൾ എവിടെയാണെന്നാവോ. ഇദ്ദേഹം ടോട്ടൽ 8 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ 2014 പുറത്തിറങ്ങിയ ക്യൂൻ എന്ന സിനിമയുടെ ബഡ്ജറ്റ് 20 കോടിയായിരുന്നു. സിനിമയുടെ കളക്ഷൻ 80 കോടിയാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേര് കേട്ട സിനിമയാണ് ഋതിക് റോഷന്റെ സൂപ്പർ 30. സിനിമയുടെ ബഡ്ജറ്റ് 60 കോടിയാണ്. കളക്ഷൻ 200 കോടി രൂപ. അടുത്ത സിനിമയാണ് ഷൈത്താൻ. സിനിമയുടെ ബഡ്ജറ്റ് 40 കോടി രൂപയും കളക്ഷൻ 200 കോടി രൂപയുമാണ്. ഈ വർഷം പുറത്തിറങ്ങിയ സിനിമയാണ്. ഇദ്ദേഹത്തിന് ഓൾറെഡി ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഇദ്ദേഹം ഷൈത്താൻ എന്ന സിനിമയിലൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഗൺപത്ത് എന്ന സിനിമയിലൂടെ എയറിൽ പോയ ടൈഗർ ഷെറൂഫും നമ്മൾ നേരത്തെ കണ്ട സെൽഫി എന്ന സിനിമയിലൂടെ എയറിൽ പോയ അക്ഷയ് കുമാറും രണ്ടുപേരെയും നോക്കിയാൽ രണ്ടുപേർക്കും പാൻ ഇന്ത്യൻ ബോംബ് സിനിമകളുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നിച്ച സിനിമയായിരുന്നു ബഡേ മിയാൻ ചോട്ടെ മിയാൻ. സിനിമയുടെ ബഡ്ജറ്റ് 350 കോടിയും കളക്ഷൻ 100 കോടിയുമാണ്. മൊത്തത്തിൽ ഈ ഒരു സിനിമയും 250 കോടി നഷ്ടം വരുത്തി. പക്ഷേ സിനിമയുടെ ഡയറക്ടർ ഒരു ഹിറ്റ് ഡയറക്ടറാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, പേര് കേട്ട സിനിമകളെല്ലാം എടുത്തിട്ടുണ്ട്. അലി അബ്ബാസ് സഫറായിരുന്നു ഡയറക്ടർ. 90 കോടി ബഡ്ജറ്റിൽ വന്ന് 600 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ സുൽത്താൻ, 120 കോടി ബഡ്ജറ്റിൽ വന്ന് 560 കോടി കളക്ഷൻ നേടിയ ടൈഗർ സിന്ദാഹെ തുടങ്ങി ഒരുപാട് ഹിറ്റ് സിനിമകൾ ഇദ്ദേഹം എടുത്തിട്ടുണ്ട്. അടുത്ത പേര് കേട്ടൊരു ബോംബാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബീഡ് എന്ന സിനിമ. 39 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 3 കോടിയാണ് തിരിച്ചു പിടിച്ചത്. സിനിമ വളരെ വലിയൊരു ഇദ്ദേഹം ഒരു ആവറേജ് ഡയറക്ടറാണ്. 2019 പുറത്തിറങ്ങിയ ഇദ്ദേഹത്തിന്റെ തപ്പട് എന്ന സിനിമ
24 കോടി ബഡ്ജറ്റിൽ വന്ന് 45 കോടി കളക്ഷൻ നേടി. അതുപോലെ ആർട്ടിക്കിൾ 50 എന്ന സിനിമ 30 കോടി ബഡ്ജറ്റിൽ വന്ന് 90 കോടി കളക്ഷൻ നേടി. നമ്മുടെ ഫേവറേറ്റ് ആയ രാവൺ സിനിമയും ഇദ്ദേഹത്തിന്റെയാണ്. 130 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 200 കോടിയാണ് കളക്ഷൻ നേടിയത്. സിനിമ ചെറിയ രീതിയിൽ ഫ്ലോപ്പ് ആയിരുന്നു, എങ്കിലും ഇദ്ദേഹത്തിന് ചെറിയൊരു ബാസ്റ്റ് ഉണ്ട്. എന്തു തന്നെയായാലും രാവൺ അത്യാവശ്യം മികച്ച സിനിമയായിരുന്നു. അടുത്ത പേര് കേട്ടൊരു ബോംബാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ തേജാസ് എന്ന സിനിമ. 65 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ബോക്സ് ഓഫീസിൽ വളരെ വലിയൊരു 5 കോടിയാണ് തിരിച്ചു കിട്ടിയത്. 60 കോടി നഷ്ടം വരുത്തി. ഈ സിനിമയുടെ ഡയറക്ടറാണ് സർവേഷ് മേവറ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു ഇത്. അടുത്തത് ഈ വർഷം പുറത്തിറങ്ങിയ ലാൽ സലാം എന്ന തമിഴ് സിനിമയാണ്. രജനീകാന്തിന്റെ മകളായ ഐശ്വര്യ രജനീകാന്ത് ആയിരുന്നു ഡയറക്ടർ. സിനിമയുടെ ബഡ്ജറ്റ് 90 കോടി രൂപയും സിനിമയുടെ കളക്ഷൻ 36 കോടിയുമായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രജനീകാന്തിന് ഇതിലെ നായകനാവാൻ തോന്നിയില്ല, ക്യാമിയോ റോളായിരുന്നു. എന്നാലും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രജനീകാന്ത് അഭിനയിച്ച ഒരു സിനിമ പോലും 100 കോടി കയറാതിരുന്നിട്ടില്ല. രജനീകാന്തിന് ഇനിയും ഒരു മകൾ കൂടിയുണ്ട്. ഇതുപോലെ കറക്റ്റ് 10 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചടിയാൻ എന്ന സിനിമ ഇറങ്ങി. ഇതിന്റെ ഡയറക്ടർ സൗന്ദര്യ രജനീകാന്ത് ആയിരുന്നു. ഇതിന്റെ ബഡ്ജറ്റ് 120 കോടിയാണ്. ഇതൊരു ആനിമേറ്റഡ് മൂവിയാണ്. സിനിമ തമിഴ്നാടിനെ വിറപ്പിച്ച വളരെ ഐക്കോണിക്കായ ഒരു 40 കോടിയാണ് തിരിച്ചു കിട്ടിയത്. 2 മക്കളും 2 സ്ത്രീകൾ രജനീകാന്തിനായി കൊടുത്തിട്ടുണ്ട്. കൊച്ചടിയാൻ എന്ന സിനിമ ഒരു ആനിമേറ്റഡ് സിനിമയാണ്. നമ്മൾ ഡിസ്നിയുടെയും പിക്സാറിന്റെയും എല്ലാം ഒരുപാട് ആനിമേറ്റഡ് സിനിമകൾ കണ്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇതിന് മാത്രമായി സ്റ്റുഡിയോകളുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങാത്തതെന്ന്. അതിനുള്ള ആൻസറാണ് കൊച്ചടിയാൻ. ബിഗ് ബഡ്ജറ്റിൽ വന്ന ഒരു ആനിമേറ്റഡ് മൂവി ആയിരുന്നിട്ടും സിനിമ ഫ്ലോപ്പായി മാറി. ഇന്ത്യയിലെ ആനിമേറ്റഡ് മൂവീസിന് മാർക്കറ്റ് ഇല്ല. അടുത്തത് 2019 പുറത്തിറങ്ങിയ സാഹോ എന്ന സിനിമയാണ്. ബാഹുബലി എന്ന വലിയൊരു വിജയത്തിന് ശേഷം പ്രഭാസിന്റെ നെക്സ്റ്റ് മൂവിയായിരുന്നു സാഹോ. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. 350 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 410 കോടിയാണ് തിരിച്ചു പിടിച്ചത്. സിനിമ ഒരു ഫ്ലോപ്പായിരുന്നു. നമുക്ക് ഈ സിനിമയുടെ ഡയറക്ടറെ നോക്കാം. ഈ സിനിമയുടെ ഡയറക്ടറാണ് സുജീത്. ഇദ്ദേഹം ടോട്ടൽ 3 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ 2014 പുറത്തിറങ്ങിയ റൺ രാജു റൺ ആണ്. 3 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 20 കോടി കളക്ഷൻ നേടി. ഇദ്ദേഹത്തിന് വലിയൊരു പാസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. അടുത്ത വലിയൊരു ബോംബാണ് 2022 പുറത്തിറങ്ങിയ അക്ഷയ് കുമാർ നായകനായ സാമ്രാട്ട് പൃഥ്വിരാജ് എന്ന സിനിമ. സിനിമയുടെ ബഡ്ജറ്റ് 170 കോടിയായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ വളരെ വലിയൊരു 80 കോടിയാണ് തിരിച്ചു പിടിച്ചത്. ഈ സിനിമയുടെ ഡയറക്ടറെ നമുക്ക് നോക്കാം. ചന്ദ്രപ്രകാശ് ദ്വിവേദിയാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. ഇദ്ദേഹം കൂടുതലും TV സീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന് പാസ്റ്റ് ലൈഫ് ഉള്ളത് അത് സീരിയലിലാണ്. സിനിമയിലുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് അക്ഷയ് കുമാറിന്റെ തന്നെ മറ്റൊരു സിനിമ കിട്ടിയത്. ആ സിനിമയാണ് രാം സേതു. സിനിമയുടെ ബഡ്ജറ്റ് 150 കോടിയായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ 70 കോടിയാണ് തിരിച്ചു പിടിച്ചത്. അടുത്ത പേര് കേട്ട ബോംബാണ് വിജയ് ദേവരകൊണ്ട നായകനായ ലൈഗർ എന്ന സിനിമ. ഇതൊരു പാൻ ഇന്ത്യ സിനിമയായിരുന്നു. മൈക്ക് ടൈസൺ വരെ ഈ ഒരു സിനിമയിൽ ഒരു ക്യാമിയോ റോൾ ചെയ്തിരുന്നു. 110 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 36 കോടിയാണ് തിരിച്ചു കിട്ടിയത്. ഈ സിനിമയുടെ ഡയറക്ടറെ നോക്കാം. സിനിമയുടെ ഡയറക്ടറാണ് പൂരി ജഗന്നാഥൻ. ഇദ്ദേഹം പഴയകാല ഹിറ്റ് സിനിമകളും ആവറേജ് സിനിമകളും ചെയ്തിട്ടുണ്ട്. പോക്കിരി എന്ന സിനിമ ഇദ്ദേഹത്തിൻ്റെതാണ്. 12 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 70 കോടി കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റായി മാറി. അതുപോലെ ഐസ്മാർട്ട് എന്ന സിനിമ 20 കോടി ബഡ്ജറ്റിൽ 75 കോടി കളക്ഷൻ നേടി. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനും ചെറിയൊരു പാസ്റ്റ് ഉണ്ട്. അടുത്തതാണ് നമ്മൾ കാത്തിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോംബ് സിനിമയായ പ്രഭാസ് നായകനായ ആദിപുരുഷ്. ഇന്ത്യയിൽ ആദ്യമായി 700 കോടി ബഡ്ജറ്റ് എന്ന പുതിയ ലാബലിൽ വന്ന സിനിമയായിരുന്നു ആദിപുരുഷ്. സിനിമ ബോക്സ് ഓഫീസിൽ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ 320 കോടിയാണ് തിരിച്ചു പിടിച്ചത്. 350 കോടി നഷ്ടമായി. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് പ്രൊഡ്യൂസർ അടക്കമുള്ള പല ആളുകളും ബഡ്ജറ്റിൽ പല ചേഞ്ചുകൾ വരുത്തി. 600 കോടിയാണെന്നും 550 കോടിയാണെന്ന് വരെ പറഞ്ഞു. സിനിമയുടെ ഡയറക്ടറെ നിങ്ങൾക്ക് തന്നെ അറിയാം.
അപ്പോൾ ഓം റാവുത്തിനൊരു പാസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇദ്ദേഹം ടോട്ടലിൽ 6 സിനിമകൾ ചെയ്തു. 4 സിനിമയിൽ ഫ്ലോപ്പും ആവറേജും ഉണ്ട്. ബാക്കിയുള്ള 2 സിനിമ, ഇതിലൊന്ന് ആദിപുരുഷാണ്. ആദിപുരുഷന് മുമ്പിറങ്ങിയ സിനിമ, ആ സിനിമയാണ് ടാനാജി. അജയ് ദേവഗനായിരുന്നു നായകൻ. വില്ലൻ ആദിപുരുഷ് പോലെ സെയ്ഫ് അലി ഖാൻ തന്നെയായിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 120 കോടിയും കളക്ഷൻ 320 കോടിയുമാണ്. സിനിമയുടെ തുടക്കത്തിലെ VFX എല്ലാം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം മികച്ചതാണ്. പിന്നീട് ഒരു ആനയുടെ സീൻ വരുന്നുണ്ട്. ആ ഒരു സീനിൽ ആദിപുരുഷിൻ്റെതായ ചില പ്രത്യേകതകൾ പതുക്കെ പതുക്കെ കാണിച്ചു തുടങ്ങി. പക്ഷെ ആ ഒരു സീൻ നിസ്സാര സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി VFX വലിയ കുഴപ്പമില്ല. സിനിമയ്ക്ക് കളക്ഷനുമുണ്ട്. ഇതുകൊണ്ടെല്ലാമാണ് ഈ ഒരു സിനിമ നിർമ്മിക്കാൻ പ്രൊഡ്യൂസേഴ്സും പ്രഭാസും ഇതിലേക്ക് ചാടിയത്. പക്ഷെ സിനിമ